അനിൽ ബോസ്, അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബി.ജെ.പി. ഒരു രാഷ്ട്രീയ വിഷയമാക്കി കൊണ്ടുവരും എന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? തീർച്ചയായിട്ടും രാഷ്ട്രീയമായി ബി.ജെ.പിയും അല്ലെങ്കിൽ സംഘപരിവാറും ഇത്തരം വിഷയങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കും. അതിനെ നമ്മൾ രാഷ്ട്രീയമായിട്ടാണ് ചേർക്കേണ്ടത്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇന്നലെ നടന്ന ചർച്ചയിലും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. രാമക്ഷേത്രത്തിൽ ഒരാൾ പോകുന്നതും പോകാത്തതും മറ്റൊരു വിഷയം. അതിനെ ഇന്ത്യൻ ഭരണകൂടം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അതിനെ രാഷ്ട്രീയമായി ചേർക്കേണ്ടത് എങ്ങനെയാണെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം. അത് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിക്കും. ഇവിടെ ഈ ചർച്ചയിൽ പലപ്പോഴും എന്റെ വാക്പ്രയോഗങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഒരു ക്ലാരിറ്റി വരുത്താൻ ഞാൻ പറയുകയാണ്. എന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്റെ പാർട്ടിയുടെ നിലപാട് പറയേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലോ ആണ്. അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു, ഞങ്ങൾക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്, ആ ക്ഷണിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതിരഞ്ജൻ ചൗധരി പറഞ്ഞു, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും. പിന്നെ അദ്ദേഹം ഒഴിഞ്ഞു മാറി എന്ന വ്യാഖ്യാനം നിങ്ങൾ എന്തിനാ കൊടുക്കുന്നത്? ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം എന്നുള്ളതിൽ ഭാരത് ന്യായ് യാത്ര നടത്തുന്നതിന് വേണ്ടി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അല്ലെങ്കിൽ പത്രക്കാരെ കാണുമ്പോൾ നിങ്ങൾ മറ്റൊരു വിഷയം എടുത്തിട്ട് ഡൈവേർട്ട് ചെയ്തു പോയാൽ ഞങ്ങൾ 16,000 കിലോമീറ്റർ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്ന വലിയ ചരിത്രപരമാകാൻ പോകുന്ന സാമൂഹിക നന്മയ്ക്കും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള ഒരു യാത്രയുടെ വാർത്താ പ്രാധാന്യം അത് ഡൈവേർട്ട് ചെയ്യാൻ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുമോ? ഞങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. പിന്നൊന്ന്, ഫൈസി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ബഹുമാനമാണ്, താല്പര്യമാണ്. ഞാൻ അവരുമൊക്കെ ആയിട്ട് നല്ല ബന്ധം, സമസ്തയുമായിട്ടും അതുപോലെ ലീഗിന്റെ നേതാക്കളും ഒക്കെ ആയിട്ടും പാണക്കാടും ഒക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞെന്താ, അവിടെ ബാബറി മസ്ജിദിന്റെ താഴികക്കുടം തകർത്തു, അത് കോൺഗ്രസ് പാർട്ടിയുടെ പിടിപ്പുകേടാണ്, അന്നിരുന്ന പ്രധാനമന്ത്രിമാരുടെ പിടിപ്പുകേടാണ്. വസ്തുതാവിരുദ്ധമായി ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞു പോരുത്. കഴിഞ്ഞുപോയ കാര്യമാണ്. വീണ്ടും ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ലെങ്കിൽ പോലും ക്ലാരിറ്റി വരുത്തേണ്ടത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്ത്യയിൽ അന്ന് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ശ്രീ പി.വി. നരസിംഹറാവു ആണ്. അന്ന് UP എന്ന് പറയുന്ന സ്ഥലത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കല്യാൺ സിംഗ് ആണ്, ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ പ്രധാനമന്ത്രി വിളിച്ചുകൂട്ടുന്ന മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ ആകുലത ഉണ്ടാകുന്നു. രാജ്യത്തൊരു ഭരണഘടന ഉണ്ടെന്നേ, ഇവിടെ ഒരു ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. അപ്പം കേന്ദ്ര സർക്കാർ ഇടപെട്ട് ബാബറി മസ്ജിദ് അല്ലെങ്കിൽ രാമജന്മഭൂമി പ്രശ്നത്തിൽ അവിടെ സംരക്ഷണം ഉറപ്പാക്കണം എന്നത് പ്രഥമ പരിഗണനയുള്ള വിഷയമാണ്. അവിടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിൽ കടന്നു കയറി പ്രധാനമന്ത്രി ഇടപെടാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാ? പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിമാരുടെ ഉന്നത സമ്മേളനത്തിൽ ദേശീയോദ്ഗ്രഥന കൌൺസിലിൽ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി പറയാണ്, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല, ഇത് എന്റെ പ്രസ്റ്റേജിന്റെ പ്രശ്നമാണ്, അവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതെ ഞാൻ കാത്തു സൂക്ഷിക്കും, എന്റെ സ്റ്റേറ്റിന്റെ അധികാരത്തിൽ ഇടപെടരുത് എന്ന് പറയുമ്പോൾ അതൊരു ജനാധിപത്യ ക്രമത്തിന്റെ ഭാഗമായി അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളത് വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രിയുടെ വീഴ്ചയായി വ്യാഖ്യാനിക്കാമെങ്കിലും ആ വാക്ക് പാലിക്കാത്ത ബി.ജെ.പിയും ആ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയുമാണ് ഗുരുതരമായ വീഴ്ച വരുത്തിയത്. അതുമൂലമാണ് ആ താഴികക്കുടം തകരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ അതിന്റെ കുറ്റം കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ ഇപ്പോഴും വന്ന് സമസ്തയുടെ പ്രതിനിധികൾ ചാർത്തുന്നത് ശരിയല്ല. പിന്നെ നിയമപരമായ പോരാട്ടം, ഒട്ടനവധി മിത്തുകളുണ്ട്, ഒട്ടനവധി തർക്കങ്ങളുണ്ട്. 528 വർഷത്തെ നമ്മളാരും ജീവിച്ചിരുന്നിട്ട് കാലം തൊട്ട് തുടങ്ങിയ ഒരു തർക്കത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്കനുസരിച്ച് സുപ്രീം കോടതി അവസാനമായി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ആരും തർക്കം പറയാൻ വേദിയില്ല, അങ്ങനെ തർക്കം പറയാൻ കഴിയില്ല. അന്ന് അതിന്റെ പേരിൽ ഒരു പ്രതികരണവും പ്രതിഫലനവും വൈകാരികമായിട്ട് ഈ രാജ്യത്തുണ്ടായില്ല. എല്ലാവരും അത് ഉൾക്കൊണ്ടു. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മുസ്ലിം സഹോദരന്മാർ അത് വളരെ പോസിറ്റീവായി ഉൾക്കൊണ്ടു. അതുകൊണ്ടാണ് അയോധ്യയിൽ ഇപ്പോൾ അവിടെ ക്ഷേത്രം പൂർത്തിയാകുന്നത്. അല്ലാതെ ബി.ജെ.പിയുടെ മിടുക്കോ സംഘപരിവാറിന്റെ മിടുക്കോ അല്ല. അല്ലെങ്കിൽ ഇവിടെ ഈ രാജ്യത്തെ ചോരപ്പുഴ ഒഴുകേണ്ട സന്ദർഭമാണ്, അതുണ്ടായില്ല. ആ വിവേകത്തെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്, സല്യൂട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ ആരാണ് ഏറ്റവും നല്ല പങ്ക് വഹിച്ചത് എന്ന് ചോദിച്ചാൽ വിട്ടുവീഴ്ച ചെയ്ത, വിവേകത്തോടുകൂടി തീരുമാനമെടുത്ത മുസ്ലിം സഹോദരന്മാരാണ്. അവരെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പിന്നെ രാമനെ വിശ്വസിക്കുന്ന, മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ അമ്പലത്തിൽ പോകും, അവിടെ ദർശനം നടത്തും, അവിടെ പൂജാതി കർമ്മങ്ങളിൽ പങ്കാളിയാവും. ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്താ പറഞ്ഞത്? ക്ഷണിച്ചതിന് നന്ദി, ഇതൊരു ക്ഷേത്രം ട്രസ്റ്റാണ്, അവിടെ ഇപ്പൊ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് CPM ആണ് എന്ന് പറഞ്ഞു ഞങ്ങളാരും ശബരിമലയ്ക്ക് പോകണ്ടേ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവിടുത്തെ ട്രസ്റ്റ് ഇപ്പോൾ അവരാണ്, നാളെ മറ്റൊരാളായി കൂടായികയില്ലല്ലോ. അപ്പൊ അവരാണ്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വീണ്ടും പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ താങ്കൾ ചരിത്രത്തിലെ ചില കാര്യങ്ങൾ, ഇപ്പോൾ നരസിംഹറാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതല്ല നമ്മുടെ വിഷയമെങ്കിലും താങ്കൾ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. രാമക്ഷേത്രം അവിടെ പണിയണം, അവിടെ ഉയരണം എന്ന് ആഗ്രഹിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു നരസിംഹറാവു. താങ്കൾക്കറിയാമോ?
അല്ല, അങ്ങനെ നമ്മൾ ഊഹാപോഹങ്ങൾ വെച്ച് ഊഹാപോഹമല്ല. അതിന്റെ അതൊരു പുസ്തകം ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന നീരജ ചൗധരിയുടെ പുസ്തകത്തിൽ ഞാൻ അതിന്റെ വേറൊരു ഭാഗം താങ്കളോട് വായിക്കും. ഇന്നലെ ഞാൻ ഈ ചർച്ചയിൽ ഇത് പറഞ്ഞതാണ്. മുൻ CISF DIGയും IPS ഉദ്യോഗസ്ഥനുമായിരുന്ന കിഷോർ കുനാലിന്റെ വാക്കുകൾ ഞാൻ പറയാം. ഒറ്റ സെക്കൻഡ്. അതായത് രാംലല്ലയുടെ വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഭൂമിയിൽ ഒരു ക്ഷേത്രം പണിയണമെന്ന് നരസിംഹറാവു ആഗ്രഹിച്ചിരുന്നതായി അദ്ദേഹം പറയുന്നു. തന്റെ മാധ്യമ ഉപദേഷ്ടാവായ PVRK പ്രസാദിനോട് ഇതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ നരസിംഹറാവു നിർദ്ദേശിച്ചു. ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമുള്ള ഒരു ഞായറാഴ്ച പ്രസാദ് റാവുവിനെ കാണുന്നു. പ്രധാനമന്ത്രി ഏകനായി ഇരിക്കുകയായിരുന്നു. നമുക്ക് BJPയോട് യുദ്ധം ചെയ്യാം, പക്ഷേ രാമദേവനോട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെ? വളരെ വൈകാരികമായി നരസിംഹറാവു പ്രസാദിനോട് ചോദിച്ചു. കോൺഗ്രസ് ഒരു മതേതര കക്ഷിയാണെന്ന് പറയുമ്പോൾ നമ്മൾ നിരീശ്വരവാദികളാണെന്ന് അതിനർത്ഥമില്ല. അയോധ്യയിൽ ക്ഷേത്രം പണിയുമെന്ന വ്യാജേന ശ്രീരാമന്റെ മേൽ കുത്തക സ്ഥാപിച്ച ആളുകളെ കബളിപ്പിക്കുന്നതിനെ BJP എത്ര കാലം ന്യായീകരിക്കും എന്ന ഒരു ഭാഗം നരസിംഹറാവു പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഊഹാപോഹമല്ല. അല്ല, ഞാൻ ഒരു കാര്യം, ഞാൻ ഈ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞതും ഇതിൽ നിങ്ങൾ പറഞ്ഞത് വരികളിലെ തന്നെ പ്രസക്തമായ ഭാഗം എന്താ? നിങ്ങൾ പറഞ്ഞതിൽ തന്നെ പ്രസക്തമായ ഭാഗം എന്താ? രാമനെയും BJPയെയും രണ്ടായി കാണുക, സംഘപരിവാർ രാഷ്ട്രീയത്തെയും രാമനെയും രണ്ടായി കാണുന്നേ. നിങ്ങൾ എന്തിനാ ഈ രാഷ്ട്രീയ ചർച്ചയാക്കി ഇതിനെ മാറ്റുന്നത്? രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ സംഘപരിവാർ ആയാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും അതിനെ കോൺഗ്രസ് പാർട്ടി ചെറുക്കും. കോൺഗ്രസ് പാർട്ടി ആ കാര്യത്തിൽ എക്കാലവും സുവ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ടെന്നേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊന്ന് അതല്ലല്ലോ അതിലെ പോയിന്റ്. ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം നിലനിൽക്കുന്ന ഘട്ടത്തിൽ രാമക്ഷേത്രം അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ജീവിച്ചിരിക്കാത്ത ഒരാളെ കുറിച്ച് ഒരാൾ എഴുതിയ പുസ്തകത്തിലെ വരികൾ വെച്ച് നമുക്ക് തമ്മിൽ തർക്കിച്ചു പോകാം എന്നല്ലാതെ വല്ല കാര്യമുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മൂല്യങ്ങൾ, ഔന്നത്യം, അതാണോ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടിരിക്കുന്ന നരേന്ദ്രമോദി ഉയർത്തുന്നതാണോ? ഇരിക്കുന്ന പ്രധാനമന്ത്രി കസേരയുടെ മഹത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ, അദ്ദേഹം ചെയ്യുന്ന വങ്കത്തരങ്ങൾ, അത്തരം കാര്യങ്ങളെ നെഹ്റുവുമായി നമുക്ക് തുലനം ചെയ്യാൻ കഴിയുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കെ ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുള്ള ഈ രാജ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അതും ഇന്നത്തെ പ്രധാനമന്ത്രിയുമായി നമുക്ക് തുലനം ചെയ്യാൻ കഴിയുമോ? ഈ രാജ്യത്തിന്റെ തലമുറ മാറ്റം മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിലപാടെടുത്ത രാജീവ് ഗാന്ധിയെയും ഇന്നത്തെ പ്രധാനമന്ത്രിയെയും തമ്മിൽ തുലനം ചെയ്യാൻ കഴിയുമോ? ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വരവും അദ്ദേഹം പഠിച്ച സ്കൂളും, സ്കൂൾ എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടത്തിന്റെ കാര്യമല്ല പറയുന്നത്, അദ്ദേഹം പഠിച്ച രാഷ്ട്രീയ സ്കൂളും എന്ന് പറയുന്നത് സംഘപരിവാറാണ്. സംഘപരിവാർ ഇവിടെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിന്റെ വികാരങ്ങളെയാണ്. അതിനെ ചൂഷണം ചെയ്ത് രാഷ്ട്രീയാധിപത്യത്തിനാണ് അവർ ശ്രമിക്കുന്നത്. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങളല്ലാതെ വേറെ ആരാ ചെറുക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ ആരായി വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ചെറുക്കുന്നത്, സംഘപരിവാർ രാഷ്ട്രീയത്തെ ചെറുക്കുന്നത്? നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്തത്? അപ്പൊ അത്രയും ശക്തമായി അതിനെ ഞങ്ങൾ എതിർക്കുന്നു. അവിടെ അത് എതിർക്കുമ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന എല്ലാ വിഭാഗം ആളുകളും, ഇനി ഇഷ്ടക്കേടുള്ളവർ പോലും അംഗീകരിച്ച ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്ന് അതിന്റെ എന്താ പറയാ, അത് പൊതുസമൂഹത്തിനായി തുറന്നു കൊടുക്കുമ്പോൾ അതിനെ മറ്റൊരു വിവാദമാക്കി വീണ്ടും വർഗീയ ചേരിതികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചർച്ചകൾ നടത്താതിരിക്കാൻ ശ്രമിക്കൂ നിങ്ങൾ. രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കാണാൻ ശ്രമിക്കൂ. ശരി, ശ്രീ സാദിഖ് ഫൈസി താനൂർ, ഇതില് രാഷ്ട്രീയം കാണേണ്ടതില്ല. ഇത് പറഞ്ഞോളൂ ഒരു മിനിറ്റ് പറഞ്ഞോളൂ. അല്ല, ഒരു സെക്കൻഡ്. നമ്മുടെ സംസ്കാരം എന്താ? കേരളത്തിലെ നമ്മുടെ സംസ്കാരം എന്താ? പാളയത്ത് നൂറുകണക്കിന് ധീരദേശാമാനികളായ രക്തസാക്ഷികളുടെ മണ്ഡപം നിലനിൽക്കുന്നതിനോട് ചേർന്നാണ് മോസ്കും ഗണപതി ക്ഷേത്രം ഒറ്റ മതിലാണ് നിലനിൽക്കുന്നത്. അതാണ് കേരളത്തിന്റെ സംസ്കാരം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംസ്കാരം അതാണെന്ന്. അവിടെ രാഷ്ട്രീയം കാണും. എവിടെയാ രാഷ്ട്രീയം കാണുന്നത്? അനിൽ ബോസ്, മധ്യപ്രദേശിലെ തോൽവിക്ക് കമൽനാഥിന്റെ മൃദു ഹിന്ദുത്വ നിലപാടുകൾ കാരണമായി എന്ന് കോൺഗ്രസിനകത്ത് തന്നെ വിമർശനം ഉണ്ടായത് താങ്കൾക്കും എനിക്കും ഈ കാണുന്ന നാട്ടുകാർക്കും ഒക്കെ അറിയാം. നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയത്തെ അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഇത് മതങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നതാണ്, ഇത് ജനങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നതാണ്, വിഭജനമാണ് എന്നൊക്കെ പറയാം. കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നാണല്ലോ നമ്മുടെ ചർച്ച. ഇത് BJP നടത്തുന്നത് ഈ പറയുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയമാണെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നാണ് ഈ ചർച്ച ഫോക്കസ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ താങ്കൾ പറയുന്നു ഗോപികൃഷ്ണന്റെ ചോദ്യം തെറ്റ്, ഞാൻ ചർച്ചയെ നയിക്കുന്നത് തെറ്റ്, ഇവിടെ ആളുകൾ അഭിപ്രായം പറഞ്ഞത് തെറ്റ്, എല്ലാവരും മതത്തിന്റെ പേരിൽ ആളുകളെ വിഭജിക്കാൻ വേണ്ടിയുള്ള വിഭജനത്തിന്റെ ചർച്ചയാണ്. ഇതൊന്നും അല്ലല്ലോ. ക്വസ്റ്റ്യൻ ഒന്നാണ്,
ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണെങ്കിൽ, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണെങ്കിൽ ഇതിനകത്ത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നിലപാട് എന്താണ്? CPIM അവരുടെ നിലപാട് പറഞ്ഞു, മതത്തെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്, വിശ്വാസത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷേ മതവിശ്വാസത്തെയും മതത്തെയും ഒന്നും രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നതിനോട് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകില്ല എന്ന് CPIM പറഞ്ഞിട്ടുണ്ട്, CPI പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. താങ്കൾ പറയുന്ന ഉചിതമായ സമയം, ആ സമയമാകട്ടെ, അപ്പോൾ പറയാം. അത്രയും ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുള്ളൂ. അതിനെ പിന്നെ നമ്മൾ മതപരമായി വിഭജിക്കുന്നു. ഇവിടെ ഈ കമൽനാഥ് എന്താണ് മധ്യപ്രദേശ് ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. അല്ല, ഗോപികൃഷ്ണൻ എല്ലാം അറിയാന്നേ. ഗോപികൃഷ്ണൻ പറയുന്നതാണോ ശരി? എന്താ ഗോപികൃഷ്ണൻ പറയുന്നത്? മധ്യപ്രദേശിൽ കമൽനാഥ് എടുത്ത രാഷ്ട്രീയം കൊണ്ടല്ല ഞങ്ങൾ തോറ്റത്. വ്യത്യസ്തമായ വീക്ഷണം ഒരു പാർട്ടിയിലുണ്ടാവും. കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ കാലത്തും ഡിബേറ്റുകൾ ഉണ്ടതേ. മിലിറ്ററി പാർട്ടിയൊന്നുമല്ല ഞങ്ങളുടെ പാർട്ടി. അതിന്റെ അകത്ത് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. മധ്യപ്രദേശിൽ തോറ്റതിന് ഇതൊന്നുമല്ല കാരണം, അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ പലവട്ടം പല ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ആവർത്തിക്കാത്തത്. അവിടെ ഒരു ദളിതന്റെ മുഖത്ത് മൂത്രമൊഴിച്ച BJP നേതാവിന്റെ പ്രകടനം, അതിനുശേഷം ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള നാടകങ്ങൾ, ദളിതരുടെ സേവകരാണ് എന്ന് നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ സ്ട്രാറ്റജി, സൈബർ ഇടങ്ങളിലെ കേഡറുകളുടെ ശക്തി, BJPയുടെ വ്യാജ നിർമ്മിതികൾക്ക് വേണ്ടി അവർക്കുള്ള ശക്തി, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടെന്നേ. അതിനകത്ത് തോറ്റത് കൊണ്ട് കമൽനാഥാണ് അതിനെല്ലാം ഉത്തരവാദി എന്ന വ്യാഖ്യാനം നിങ്ങൾക്കാരാ തന്നത്? എന്റെ പാർട്ടി അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. പാർട്ടിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യും. തെറ്റുണ്ട്, ഞങ്ങൾ തിരുത്തും. മനസ്സിലായില്ലേ? ശരി, തെറ്റുകൾ തിരുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. രാമക്ഷേത്രത്തിലെ ഈ ചടങ്ങിലേക്കുള്ള ക്ഷണം സംബന്ധിച്ച കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാട് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനെ എങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോൾ UDF എന്ന സംവിധാനത്തിനകത്ത് ലീഗൊക്കെ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്, അതിനോടുള്ള പ്രതികരണം എന്താകുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം.